സോ ഗൈസ് വെൽക്കം ബാക്ക് ടു തൃശ്ശൂർക്കാരന്റെ പാസ്പോർട്ടും. ഇന്ന് നമ്മളൊരു ക്രിസ്മസ് സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ക്രിസ്മസിന് അടുത്ത് ഒരു മാസം കൂടി ഉള്ളൂ. അപ്പൊ നമ്മള് എന്താ പറയാ വെറൈറ്റി ക്രിസ്മസ് ഡിഷുകൾ നൈസ് ആയിട്ട് പടയ്ക്കാൻ പോവാണ്. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മുടെ നേരത്തെ വീഡിയോസ് ഒക്കെ കണ്ട എല്ലാവരും ഓരോ ഡിഷ് പ്രിപ്പയർ ചെയ്ത് സെറ്റാന്ന് വിചാരിക്കണം. നമ്മൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇന്ന് നമ്മളിപ്പോ ക്രിസ്മസ് സീരീസിന്റെ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ പോണത് താറാവും മപ്പാസാണ്. നമ്മൾ വെറൈറ്റി സ്റ്റൈലിൽ ഒരു യൂറോപ്യൻ ടച്ചോട് കൂടി ഒരു പുതുമയോട് കൂടി നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് ചെയ്യുന്ന താറാവ് മപ്പാസ് ഒരു വെറൈറ്റി രീതിയിൽ പടക്കുകയാണ്. അപ്പൊ നമുക്ക് എന്താ വേണ്ടതെന്ന് കാണാം. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഫുൾ താറാവ് നല്ല ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്യുന്ന കാരണം എന്ന് വെച്ചാൽ താറാവ് നല്ല എന്താ പറയാ നല്ല കുക്കായി നല്ല സോഫ്റ്റ് ആയാലും അതിന്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഇവിടെ തക്കാളി, പിന്നെ കുറച്ച് ഒരു 3 സവോള, ഒരു 4 പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഗരം മസാല, പിന്നെ നമ്മളിത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ നോർമലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുരുമുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ പെരുംജീരകത്തിന്റെ പൊടി. ഇത്ര സാധനങ്ങൾ നമുക്ക് ഇതിന്റെ ആവശ്യമുള്ള സിമ്പിൾ പരിപാടിയാണ്. അപ്പൊ നമുക്ക് കുക്കിങ്ങിലോട്ട് പോകാം. ബാ അപ്പൊ നമ്മൾ ആദ്യം ചെയ്യാൻ പോകാന്ന് വെച്ചാൽ താറാവ് നല്ല രീതിയിൽ പുഴുങ്ങാണ്. കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒരു മണിക്കൂറോളം നല്ല പുഴുങ്ങിയെടുത്ത് നല്ല സോഫ്റ്റ് താറാവാക്കാൻ പോകാണ്. നമ്മൾ അവിടെ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് താറാവ് ആഡ് ചെയ്യാം. പിന്നെ ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടിയും ഇത് നല്ല രീതിയിൽ അങ്ങ് വേവിച്ചെടുക്കാം. അതായത് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി ആഡ് ചെയ്യാണ്. പിന്നെ താറാവ് എടുക്കുമ്പോൾ നമ്മൾ സ്കിന്നോട് എടുക്കണം. കാരണം എന്നാലും അതിന്റെ കൊഴുപ്പൊക്കെ ഇറങ്ങി നല്ല ഫ്ലേവർ വരുള്ളൂ. ഇല്ലെങ്കിൽ താറാവിന്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. അവസാനം ഒരു 2 ടേബിൾ സ്പൂണോട് ഉപ്പും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതോടെ വെച്ച് നല്ല രീതിയിൽ അങ്ങ് പുഴുങ്ങാം. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ഇളക്കിയിട്ട് നമുക്കിത് മാറ്റി വെച്ചിട്ട് ബാക്കി മസാല സെറ്റ് ചെയ്യാൻ നിൽക്കും. അപ്പൊ നമ്മൾ നേരത്തെ ഒരു എന്താ പറയാ മെയിൻ കാര്യം പറയാൻ പറയുന്നത് പോയി മെയിൻ സാധനം തേങ്ങാപ്പാല്. അപ്പൊ നമ്മൾ നല്ല ഫ്രഷ് തേങ്ങാപ്പാൽ ഉപയോഗിക്കുന്നുണ്ട്. 1-ാം പാല് 2-ാം പാല് എല്ലാം നമുക്കിത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അടുത്ത സ്റ്റെപ്പിലോട്ട് വെച്ചിട്ട് നമുക്ക് മസാലയുടെ പണി തുടങ്ങാം. അപ്പൊ അതായത് നമ്മൾ ചട്ടി ചൂടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യമുള്ള എണ്ണ ഒഴിക്കാം. എണ്ണ അവിടെ ചൂടാകുമ്പോൾ നമുക്ക് സബോള, പച്ചമുളക്, കറിവേപ്പില, പിന്നെ കുറച്ച് തേങ്ങയുടെ കൊത്തും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അത് നല്ല രീതിയിൽ വഴറ്റിയെടുത്തിട്ട് നമുക്ക് മസാല സെറ്റ് ചെയ്യാം. നല്ല രീതിയിൽ തിളച്ചു വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് സബോള ആഡ് ചെയ്യാം. നല്ല ചൂടായിട്ടുണ്ട് എന്റെ കയ്യിൽ നിന്ന്. അപ്പൊ അതിൻ്റെ കൂടെ കറിവേപ്പിലയും പച്ചമുളകും നമ്മൾ ആഡ് ചെയ്യാണ്. ഇനി നല്ല രീതിയിൽ ഉപ്പിട്ടിട്ട് നല്ല രീതിയല്ല ഉപ്പിട്ടിട്ട് നല്ല രീതിയിൽ നമുക്ക് ഇളക്കി സോട്ട് ചെയ്യാം. ഇതൊന്ന് സെറ്റ് ആയി വരുമ്പോ ഞാൻ ഇത്തിരി എന്താ പറയാ കോൺക്രീറ്റ് ഫ്ലേക്സ് ഇടുന്നുണ്ട്. നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. ഞാൻ അത് അവിടെ ഇരുന്നത് ആവട്ടെ. അപ്പൊ സബോള ഒരു 90% റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് തേങ്ങക്കൊത്ത ആഡ് ചെയ്യാം. 200 ഗ്രാമോളം തേങ്ങക്കൊത്ത ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു സ്പെഷ്യൽ ഫ്ലേവർ കിട്ടും. അപ്പൊ ഇത് സ്പെഷ്യൽ തേങ്ങക്കൊത്താണ്. നല്ല എന്താ പറയാ ഡ്രൈ റോസ്റ്റ് ചെയ്ത് സോൾട്ടഡ് ആണ് ഓൾറെഡി. അപ്പൊ അതിന്റെ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടും. ഈ കളറാണ് നമുക്ക് വേണ്ടത്. നല്ല കിടുക്കനായിട്ട് ഒരു എന്താ പറയാ നല്ല സോഫ്റ്റ് ആയിട്ട് വന്ന ഒരു ടൈമാണിത്. അപ്പൊ ഇത്രയൊക്കെ നമ്മൾ കുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ നമുക്കിത് മാറ്റി വയ്ക്കാം. കാരണം താറാവ് ഇവിടെ നമ്മൾ മൂടി വെച്ചു പെട്ടെന്ന് വേണ്ടിയിട്ട്. അപ്പൊ വെന്ത് വരുന്നുണ്ട്. അപ്പൊ അത് സെറ്റ് ആവുന്ന വരെ നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പൊ അതേ താറാവ് നല്ല സെറ്റ് ആയിട്ട് വന്നിട്ട് തിളച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. പോരെ കുറച്ച് പോരെ മൊളിന്ന് പോവാം. നമ്മളിത് ബോക്കിലോട്ട് മാറ്റി. ഇപ്പൊ എണ്ണയൊക്കെ ഇറങ്ങി, എണ്ണയല്ല താറാവിന്റെ നെയ്യൊക്കെ ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓൾറെഡി മുകളിൽ നല്ല ലെയറായിട്ട് വന്നിട്ടുണ്ട്. നല്ല സെറ്റപ്പായിട്ട് താറാവ് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ഒരു 2.5 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. അതൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് നേരത്തെ വഴറ്റി വെച്ചേക്കണ സബോളയും ഇഞ്ചിയും ഇതൊക്കെ ആഡ് ചെയ്യാം. മസാലകളൊന്നും നമ്മളിപ്പോൾ ആഡ് ചെയ്യണില്ല. അതൊക്കെ നമ്മൾ അവസാനമേ ആഡ് ചെയ്യുള്ളൂ. തക്കാളിയും കോക്കനട്ട് മിൽക്കൊക്കെ നമുക്ക് പതുക്കെ ആഡ് ചെയ്യാൻ തുടങ്ങാം. അപ്പൊ ഇതൊന്നൊന്ന് തിളക്കട്ടെ. അത് നമ്മളൊരു 3 തക്കാളിയോളം നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കിനി ഇത് മിക്സ് ചെയ്യാം. തക്കാളിയൊക്കെ നല്ല രീതിയിൽ വെന്ത് കഴിയുമ്പോൾ നമുക്ക് പതുക്കെ കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്യാം. ഇത് നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വരുന്നുണ്ട്. ഓൾറെഡി സെറ്റപ്പ് സാധനമുണ്ട്. അപ്പൊ മപ്പാസ് സെറ്റ് ആവണമെങ്കിൽ നല്ല കട്ടൻ കാപ്പി കുടിച്ച് നമുക്ക് സെറ്റായി നിൽക്കാം. ഒന്ന് പൊളിക്കാം. നമുക്ക് കാപ്പിയൊക്കെ അടിച്ച് അപ്പൊ അതേ കാപ്പി ഇവിടെ സെറ്റാണ്. കൂട്ടതേ കറി ഇവിടെ ഓൾമോസ്റ്റ് സെറ്റ് ആവാറായി. നമുക്ക് ഇതിനകത്തോട്ട് തേങ്ങാപ്പാൽ ആഡ് ചെയ്യാം. നല്ല രീതി അങ്ങ് ആഡ് ചെയ്യാം. ഇത് മിക്സ് ചെയ്യാം. അപ്പൊ ഇതിനകത്തോട്ട് നമുക്ക് ഇനി ഒരു 2 ടേബിൾ സ്പൂണോളം ഗരം മസാല ഇടാം. സ്പൂണോളം ഇടാം. ഇനി നമ്മൾ ഇടുന്നത് ജീരകത്തിന്റെ പൊടിയാണ്.
അതൊരു 1.5 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി കുരുമുളക് നമുക്ക് ആവശ്യമനുസരിച്ച് ഇടാം. നിങ്ങൾക്ക് എങ്ങനെയാണ് അതിന്റെ എരിവ് അതിനനുസരിച്ച് നമുക്ക് കുരുമുളക് അങ്ങ് ആഡ് ചെയ്യാം. ഇതൊക്കെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നമുക്ക് സെറ്റ് ആക്കാം. എന്തുട്ടാ പറയാ, പൊള്ളി സാധനമാണ് ഇപ്പൊ തന്നെ. അപ്പൊ അതേ പൊള്ളി സാധനം. ഇനി ഈ മസാലകളൊക്കെ ഒന്ന് സെറ്റായ വരണം. 2 മിനിറ്റ് ഒന്ന് തിളപ്പിക്കാൻ വെക്കാം. അപ്പൊ അതേ താറാവ് മപ്പാസ് ഇവിടെ തിളച്ച് പൊളിക്കുകയാണ്. എന്തുട്ടാ പറയാ, ഇതിലും നല്ലൊരു താറാവ് മപ്പാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, കഴിച്ചിട്ടുണ്ടാവില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, പൊള്ളിക്കുക. നമുക്കൊരു 2 മിനിറ്റ് കഴിഞ്ഞാൽ ടേസ്റ്റ് ചെയ്യാം. കിട്ടുക സാധനം ഒരു രക്ഷയില്ല. നല്ല മണം വരുന്നുണ്ട്. നല്ല എന്താ പറയാ, മസാലയും താറാവിന്റെ കൂടെ ഒരു മിക്സ് ആയിട്ടുള്ള ഒരു പൊള്ളി മണം. എന്താ പറയാ, പൊളി. ഇനി അവൻ അവിടെ ഇരുന്ന് തിളക്കട്ടെ. നല്ല അടിപൊളി കറി, നല്ല അടിപൊളി ഒപ്പാസ്. നമുക്കൊന്ന് ടേസ്റ്റ് ഒക്കെ എങ്ങനെയുണ്ടെന്ന്. പൊള്ളി സാധനം, ഒരു രക്ഷയില്ല. ഒഫീഷ്യൽ ടേസ്റ്റിങ്. 2 ചപ്പാത്തി ഉണ്ട് നമ്മുടെ കയ്യില്. കറി അങ്ങ് ഒഴിക്കരുത്. നല്ല തിക്കായിട്ടുള്ള നല്ല സൂപ്പർ ചാറൊക്കെ ആയിട്ട് നല്ലൊരു ചപ്പാത്തി എടുത്തിട്ട് നമുക്ക് ആദ്യം ഗ്രേവി എങ്ങനെ ഇട്ട് നോക്കാം. അപ്പോഴേക്കും ഇറച്ചിയുടെ ചൂടൊക്കെ ആറട്ടെ. പോയില്ലല്ലോ. നമ്മുടെ താറാവ് മപ്പാസ് ഇവിടെ പൊളിയായിട്ടുണ്ട്, ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കുന്നു. അപ്പൊ നിങ്ങൾ വീട്ടിലൊന്നും ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലിന്റെ താഴെ കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കുക. പിന്നെ നമ്മുടെ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പൊ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടത് ഉടനടി കാണാൻ പറ്റും. പുതിയ ഡിഷ് നമുക്ക് പരിചയപ്പെടാം. അപ്പൊ നമുക്കത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ ഒരു കിഡിലും താറാവ് മപ്പാസ് ആയിട്ട് അടുത്ത ആഴ്ച കാണുന്നവരെ കൃഷിക്കാരന്റെ പാസ്പോർട്ടും സൈനിങ് ഓഫ്.